ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 81 ശ്ലോകം 1-2. സ്നിഗ്ധാം മുഗ്ധാം സതതമപി താം ലാളയൻ സത്യഭാമാം യാദോ ഭൂയഃ സഹ ഖലു തയാ യജ്ഞസേനീ വിവാഹം. പാർത്ഥപ്രീത്यै പുനരപി മനാഗാസ്ഥിതോ അസ്തി പുര്യാം ശക്രപ്രസ്ഥം പുരമപി വിഭോ സംവിധായാഗതോ ഭൂഃ. ഭദ്രാം ഭദ്രാം ഭവതവരജാം കൗരവേണാർത്ഥ്യമാനാം त्वद्वाजातामहृतकुहनामस्करीचक्रसूनुः. तत्र क्रुद्धं बलमनुनयन् प्रत्यगास्तेन सार्धं शक्रप्रस्थं प्रियसखमुदे सत्यभामासहायः. स्निग्धां मुग्धां सततम् अपि താം ലാളയൻ സത്യഭാമാം യാതഃ ഭൂയഃ സഹ ഖലു തയാ യാജ്ഞസേനീ വിവാഹം. പാർത്ഥ പ്രീത്यै പുനഃ അപി മനാഗ് ആസ്ഥിതഃ ഹസ്തിപുര്യാം ശക്രപ്രസ്ഥം പുരം അപി വിഭോ സംവിധായ ആഗതഃ അഭൂഃ. ഭദ്രാം ഭദ്രാം ഭവത് അവരജാം കൗരവേണ അർത്ഥ്യമാനാം ത്വത് വാചാ താം അഹൃത കുഹനാ മസ്കരീ ശക്രസൂനുഃ. തത്ര ക്രുദ്ധം ബലം അനുനയൻ പ്രത്യഗാഹാതേന സാർത്ഥം ശക്രപ്രസ്ഥം പ്രിയ സഖ മുദേ സത്യഭാമാ സഹായഃ. പദങ്ങൾ. ഹരേ കൃഷ്ണ. ഒന്നാമത്തെ ശ്ലോകത്തില് പാഞ്ചാലി പരിണയമാക്കം ചൊല്ലുക. ഇത് ഭാഗവതത്തിലില്ലേ, മഹാഭാരതത്തിലുള്ള ഭാഗമാക്കം ഇങ്ങ ഭട്ടതിരി എടുത്ത് ചൊല്ലുക. സ്നിഗ്ധാം മുഗ്ധാം താം സത്യഭാമാം സതതം അപി ലാളയൻ. இந்த சத்யபாமை ரொம்ப ஸ்நேகமுள்ளவளாம், முக்தாம் ரொம்ப லஜ்ஜையுள்ளவளாம். அப்படியுள்ள சத்யபாமைய ഭഗവാൻ ரொம்ப ഇത്തിരി ഇഷ്ടം കൂടുതലാണ് സത്യഭാമയായിട്ട്. ലാളയൻ ഭൂയഃ തയാ സഹ ഖലു. അപ്പുറം എന്താ സത്യഭാമയും കൂട്ടിന്ത് യജ്ഞസേനീ വിവാഹം യാതഃ. പാഞ്ചാല നഗരത്തേക്ക് പോനാര അങ്ക പാഞ്ചാലിയോട് പരിണയപ്പെടുന്ന ഒരു കോമ്പറ്റീഷനൊക്കെ. താഴെ ജലത്തിലെ മത്സ്യം ഇരിക്കും, மேலே மிரர் இருக்கும், கண்ணாடி. அந்த கண்ணாடியை பார்த்து கீழே ജലത്തിൽ ഇരിക്കപ്പെട്ട മത്സ്യത്തോട് കണ്ണിൽ അമ്പ് പോടണം. അപ്പം അത്ര ഷാർപ്പായിരിക്കണം, നല്ല ശ്രദ്ധയിരുന്നാത്താൻ അത് പണ്ണ മുടിയും. അന്ന മാതിരി പണ്ണ ചൊല്ലുക കോമ്പറ്റീഷൻ. അതിൽ അർജുനൻ ജയിக்கிறேன். അർജുനൻ ജയിച്ച് എന്താ പാഞ്ചാലിയെ പരിണയം പെണ്ണിന്ത്. അപ്പോൾ ആ കാട്ടിലേക്ക് ഇരിക്കാം, അരക്കില്ലത്തിലെ വാള ചുടർത്തുക്ക് ഇത് പണി അങ്ങേന്ത് ഇപ്പിടിയോ തുരങ്കം പണി വെളിയിൽ ഇരിക്കുന്ന സമയത്തിലേക്ക് എന്താ പാഞ്ചാല നഗരത്തേക്ക് പുറപ്പെട്ടത്. അമ്മ ഒരു കനി കൊണ്ടുവന്നിരിക്കാൻ, സർപ്രൈസ് എല്ലായിടത്തേക്കാൻ വേണ്ടി അമ്മാട്ട് പോയിട്ട് കുന്തി ദേവിയുടെ ചൊല്ലുക ഒരു കനി കൊണ്ടുവന്നിരിക്കാൻ ചൊല്ലുക. കുന്തി ദേവി തിരുമ്പി പാക്കാക്കി ചൊല്ലുക, നീ ഏത് കൊണ്ടുവന്ന് അന്നേക്ക് ഇപ്പിടുന്ന ഓരോരുത്തർ ഭിക്ഷാടനം കൊണ്ടുവരുക. എന്നിട്ട് അമ്മയുടെ കൊടുപ്പ് അമ്മയൊക്കെ വിധിച്ച് കൊടുപ്പ്. കനി കൊണ്ടുവന്നിരിക്കുകയെന്ന് ചെന്നപ്പോൾ അത് 5 പേരും ആ വീതിച്ചെടുത്ത് കോങ്കോ ചൊല്ലിവിട്ട.
வாயிலேருந்து வந்த வார்த்தையை திருப்பி ஒன்றும் பண்ண முடியாதில்லையா. அப்படியே பஞ்சபாண்டவன்மாருக்கும் ஏகபத்னியாக இருக்கா அந்த പാഞ്ചാലി. ഇനി അടുത്തതിൽ ദ്രൗപദി പരിണയമൊക്കെ சொல்கிறேன். അത് ഭാഗവതം കടശീല ദശമസ്കന്ധം കടശീലേക്കും വരുത്. അതെങ്കിൽ മുതലേ ചൊല്ലിവിടുற. ഭവതവരജാം കൗരവേണ അധ്യമാനാം ഭദ്രാം താം ഭഗവാനോട് തങ്കை ആന സുഭദ്രയ ബലരാമനുക്ക് ദുര്യോധനെ കല്യാണം பண்ணி കൊടുക്കണം அப்படின்னு ആശ ഇരുന്നത്. ബലരാമൻ ചൊല്ലുകയും ചെയ്ത ദുര്യോധനെ കല്യാണം பண்ணி കൊടുക്കണമെന്ന്. ഭദ്രാം കുഹനാമസ്കരി ശക്രസൂനഹ அப்படி இருக்கப்பட்ட அந்த ഭദ്രയാന സുഭദ്രയ ഒരു നാളേക്ക് സന്യാസ വേഷത്തിൽ വന്ന് അർജുനൻ കൂട്ടിந்து போற. அப்போ கபட சன்னியாசியா வந்து கூட்டிந்து போற அப்படின்னு நான் சொல்றேன். കുഹനാമസ്കരി ശക്രസൂനഹ ത്വദ്വാജ അഹൃത. അഹൃതാന്ന് അപഹരിക്കരുത്, അപഹരിച്ചെന്ന് പോറ. അപ്പം എന്നതുക്ക് ഇപ്പടി കപട സന്യാസിയാ വந்தாന്ന് കേട്ടാ இந்த പാഞ്ചാലി എപ്പിടിന്ന ഓരോ വർഷം ഓരോരുത്താൾക്ക് മനവിയായിരിക്കണം. അപ്പം അപ്പടി യുധിഷ്ഠിരനോട് മനവിയായിരിക്കുന്ന സമയത്തിൽ ഒരു നാളേക്ക് தெரியாதക്ക് അർജുനൻ സുഭദ്ര പാഞ്ചാലിയോട് റൂമുക്കുള്ള എറിവിടുക. അപ്പോൾ അതൊക്കെ പണിഷ്മെൻ്റ് എപ്പിടുന്ന ഒരു വർഷക്കാലം എങ്കിയാവതെല്ലാം ഇതുമാതിരി പോയിരുന്നു ആത്തിലിരിക്കപ്പെടാതെ. അപ്പടി വര സമയത്തിൽ ഒരു സന്യാസ വേഷത്തിലേക്കും മാറാൻ കൊഞ്ചതാപ്പടി ഓരോ കോവിലുകളെല്ലാം സ്നാനങ്ങളെല്ലാം പാത്ത് വന്നപ്പോൾ ഒരു സന്യാസ വേഷത്തിലെങ്കിൽ പറ. സന്യാസിയെ பார்த்ததும் ബലരാമருக்கு ரொம்ப സന്തോഷം വെച്ചാ. കൃഷ്ണ ആ ഒരു സന്യാസി വന്നിരിക്കാർ, എന്താ പുളിമൂട്ടിൽ അരശമൂട്ടിൽ ഉക്കാന്നിരിക്കാർ, പോയി പാക്കണ്ടാവാ. കൃഷ്ണർ പോലെയാ. ഞാൻ ബലരാമൻ ദിനം സായങ്കാലം പോവരാം അങ്ങൊക്കാന്ന് അവളോട് പ്രവചനമെല്ലാം കേപ്പരാം. അത് കഴിഞ്ഞിട്ട് ആത്തുക്ക് വരെ കൂപ്പിട്ടെന്ന് പറയാം. എന്നിട്ട് ചൊല്ലുക, ഇത്ര പെരിയ സന്യാസി ഇപ്പടി പുളിമൂട്ടിലെല്ലാം ഇപ്പടി ഒക്കാര വയ്ക്കരുത്. அப்படி அவரை ஆத்துங்கிட்டக்க ஒரு ரூம் அரேஞ்ச் பண்ணுறாராம். എന്നിട്ട് அங்கே இருக்க சொல்கிறாராம். അവർക്ക് വേണമെങ്കിൽ സേവ പണിടത്തുക്ക് സുഭദ്രയും ഏർപ്പാടാക്കി കൊടുക്കുറാരാം. അപ്പോൾ കൃഷ്ണർ சொல்கிறார், വേണ്ടാണ് ഇതെല്ലാം വേണ്ട, ഉനക്ക് എന്നെ തെരിയും, പെരിയവാളെയെല്ലാം ഇപ്പടി നീ ഇതാ ചൊല്ലപ്പെടാതെ, നിന്ദാവാചനം ചൊല്ലപ്പെടാതെ அப்படின்னு ചൊല്ലി സുഭദ്രയെ ഏർപ്പാട് பண்ணாங்க. கொஞ்ச നാൾ കഴിഞ്ഞപ്പോൾ ഒരു നാളേക്ക് അർജുനൻ ഇരിക്കെ சொல்கிறார், நான் இந்த மாதிரி பஞ்சபாண்டவரில் மத்திய பாண்டவனான அர்ஜுனாக்கும் அப்படின்னு சொல்கிறான். சுபத்ரைக்கும் ரொம்ப பிடிச்சு கொடுத்து அர்ஜுனு. அது കഴിഞ്ഞ് என்ன பண்ணுறாங்க, സുഭദ്രൈ ഒരു ഇത് കോവിലിൽ ഒരു വിശേഷം നടക്കുന്ന സമയത്തിൽ എല്ലാവരും அந்த വിശേഷத்துக்கு പോയിരിക്കുന്ന സമയത്തിൽ അർജുനന് തേരിലൊക്കാത്തി സുഭദ്രൈ തേര് വെളിച്ചെന്ന് പോകും. അപ്പോൾ ചൊല്ലത്തെ അർജുനൻ അങ്ങനെ അപഹരിച്ചാൻ ചൊല്ലവും പിടിയാത് സുഭദ്രയെ കൂട്ടിന്ന് വരിക. അന്ത മാതിരിയൊക്കെ அந்த കഥ നടക്കപ്പെട്ടു. തത്ര ക്രുദ്ധം ബലം അനുനയൻ. അത് பார்த்ததுം ബലരാമർക്ക് അപ്പടി ഒരു കോമം. സന്യാസിയാ വന്നിട്ട് എങ്ങാത്ത കുഴന്തയെ കൂട്ടിന്ന് പോകാൻ ആകെ ഇരിക്കപ്പെട്ട ഒരു സിസ്റ്ററേക്ക്. അപ്പോൾ അപ്പടി കൊണ്ടുപോകാൻ ചൊല്ലടുത്ത് അത് വേറെ ദുര്യോധന കൊടുക്കണം നനച്ചെന്നിരിക്കുന്ന സമയത്തിലേക്ക് இந்த மாதிரி ചെയ്തിരിക്കാം. കോമം കൊടുത്ത അപ്പോൾ കൃഷ്ണർ അനുനയൻ സമാധാനം പണ്ണറാരാം കേക്കറാരാം. പരണ അർജുനനല്ല തേരോട്ടിന്ത് പോയിരിക്കാൻ സുഭദ്രയെ ഒക്കാത്തി, അർജുനനെ ഒക്കാത്തി സുഭദ്രയാക്കും തേരോട്ടിന്ത് പോയിരിക്കാം. അപ്പോൾ എപ്പടി അർജുനൻ അപഹരണം പണ്ണിനാൻ ചൊല്ലാൻ മുടിയും, അത് പണ്ണാൻ മുടിയാണ്. അപ്പുറം ഇന്നൊന്ന് ഒരേ ഒരു സിസ്റ്റർ അവൾ കല്യാണം പണ്ണിന്തായച്ച്, അവൾ ഇഷ്ടപ്പെട്ട് കല്യാണം പണ്ണിന്തായച്ച്. അപ്പോൾ അപ്പടി പറത്തെ അന്ത അർജുനെ നീ വധം പണ്ണിനാനാ സിസ്റ്റർ എന്നാകും വിധവയാവൾ.
இப்போ சொந்தம் தங்கையை விதவை ஆக்கிறதுக்கு நீ தயாராக்குமா அண்ணா அப்படின்னு ரெண்டு வார்த்தை எடுத்து കേട്ടതും ബലരാമൻ സമാധാനമായിട്ടാരാ. പ്രിയ സഖമുദേ സത്യഭാമാ സഹായ തേന സാർത്ഥം ചക്രപ്രസ്ഥം പ്രത്യഗാഹ. തന്നോട് പ്രിയ സഖാവാന അർജുനനോട് പേരിൽ പ്രീതി കാട്ടുறதுக்காக சத்யபாமியையும் கூட்டிந்து பலராமரையும் கூட்டிந்து ഇന്ദ്രപ്രസ്ഥത്തേക്ക് ഭഗവാൻ പോരാ. ഇപ്പോൾ തങ്ക കല്യാണമായാച്ച് ഇപ്പോൾ വേണമെങ്കിൽ ചീരുവരിശകളെല്ലാം ചെയ്യണമെന്നറിയ സ്വർണം അന്തമാതിരിയുള്ള സാധനങ്ങൾ നിറയെ ഭക്ഷണങ്ങൾ ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി അങ്ങ് കൊണ്ടുപോയി ശീരുവരിശകൾ അത് തങ്കയ്ക്കും തങ്കയാമ്പടെ എനിക്ക് വേണമെങ്കിൽ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുത്താ அப்படின்னு சொல்கிறேன். ഹരേ കൃഷ്ണ.